ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. രഞ്ജിത്താണ്. നമ്മുടെ ബെസ്റ്റ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ എ ക്ലാസ് ഒരു വീടാണ് കാണാൻ പോകുന്നത്. തനിത്തങ്കം. ഇതിൻ്റെ വർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഫോട്ടോസാണ് കാണുന്നത്. ഗംഭീരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഏരിയ, നല്ല അയൽക്കാർ. അതുപോലെ വീട് റോഡ് ഫ്രണ്ടേജാണ് വരുന്നത്. സൈഡിലും വഴിയുണ്ട്. ഇനി നമുക്ക് നിലവിൽ 5 സെൻറ്റാണ് സ്ഥലം. കൂടുതൽ ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു റേഞ്ച് അവിടെ കാണുന്നുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല ഹൈറ്റിലുള്ള മതിൽ, നല്ല സ്ട്രോങ്ങിലുള്ള സ്ലൈഡിങ് ഗേറ്റ് കടന്ന് നമ്മളകത്തെത്തുമ്പോൾ വലിയൊരു മുറ്റം, 2ഓളം കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ട് നല്ല ബെസ്റ്റ് വീട്. ഇവിടെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, അതിനുള്ള നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്താണ് കിണർ വരുന്നത്. നല്ല തേൻകരിക്ക് വെള്ളമാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റുന്നില്ല. അതുപോലെ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഉണ്ട്. എൻ്റെ പൊന്നെ, അങ്ങോട്ട് കൊതിച്ചു പോവും. അത്രയും മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ 4 ഭാഗത്തും ഇതേപോലെ നല്ലൊരു ഫ്ലോറിംഗ് വർക്കൊക്കെ ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കല്ലൊക്കെ വിരിച്ച്, അതുപോലെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഏത് മഴക്കാലത്തും ഒരു തുണ്ട് ചെളി തെറിക്കില്ല വീടിലേക്ക്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് സിറ്റ് ഔട്ട് ഏരിയ നോക്കാം. വളരെ ഓപ്പൺ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെയിൻ ഡോർ ഉണ്ട്. നമ്മളത് കടന്നെത്തുന്നത് ശരിക്കും അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് സ്കൈഫോൾ, അതിലത്തെ ഒരു മ്യൂസിക് ഇടാൻ തോന്നി. അത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, വളരെ മനോഹരം. ലൈറ്റ്സൊക്കെ ആവശ്യത്തിനുള്ളൂ, പക്ഷെ അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരെയും കൊതിപ്പിക്കുന്നൊരു ഫ്ലോറിങ് കേട്ടോ അവിടുത്തെ. ഈ ഒരു കോർണറിലായിട്ട് വലിയൊരു സോഫ സെറ്റിക്കുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ അറ്റത്തേക്ക് വരുമ്പോൾ ഒരു ഡൈനിങ് ടേബിളിനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഒരു പ്രൈവസി ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡർ ഡിസൈൻ ചെയ്താൽ കലക്കി. അതുപോലെ ഹാളിൻ്റെ മിഡിലായിട്ടാണ് ഈ ഒരു ഹാൻഡ് വാഷ് ഏരിയ വരുന്നത്. ഇനി നമ്മൾ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ 4 ബെഡ്റൂംസാണ്. താഴെ 2ഉം മുകളിൽ 2ഉമായിട്ട് 4ഉം അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതാണ്. ഇവിടെ കബോർഡ് വർക്ക് ഫിനിഷിങ് ആവുന്നുള്ളൂ. എൻ്റെ പൊന്നെ, വാഷ്റൂമിൻ്റെ ഡിസൈൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുളിക്കാൻ തോന്നും. അത്രയ്ക്കും മനോഹരമായിട്ടുണ്ട്. സെറ കമ്പനിയുടെ പ്രൊഡക്ട്സ് നിറഞ്ഞിരിക്കുകയാണെന്ന്. അത് മറ്റെല്ലാ പ്രൊഡക്ട്സും ബെസ്റ്റ് കമ്പനിയുടെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇനി അടുക്കള നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ അവിടെ നടക്കണമെന്ന് മനസ്സിലായില്ല. കാരണം നിലവിൽ 4ാമത്തെ കോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബിൽഡറെ കാണാൻ വളരെ പ്രയാസമാണ്. കാരണം അത്രയും വരുന്ന താമസക്കാർക്ക് ഒരു കുറവുണ്ടാവാൻ പാടില്ല ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലും എന്ന നിർബന്ധത്തോടു കൂടിയാണ് അദ്ദേഹം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കബോർഡ് വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ മിന്നും. അത്യാവശ്യമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചനാണ്. അതുപോലെ തന്നെ ഫുള്ള് വാൾ ടൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ കിച്ചണിലും വർക്ക് ഏരിയയിലും നല്ല ഗ്രിപ്പുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോറിൻ്റെ അവിടെ വരുമ്പോൾ, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് പോകാനും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് തന്നെ ഒരു വാഷിംഗ് മെഷീനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഫിനിഷിങ്ങിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പുക അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ പോകാനായിട്ട് അവിടെയും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് സ്റ്റെയർ കേസ് ഏരിയ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. വളരെ സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ മുകളിൽ ഒരു ചെറിയ ഹാളുണ്ട്, 2 ബെഡ്റൂം, നല്ലൊരു ബാൽക്കണി ഏരിയ. അവിടെ ഒരു തുണ്ട് ചൂട് വരാത്ത രീതിയിലാണ് റൂഫിങ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് ഒരു വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഡ്രസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാം കൊണ്ടും ആരെയും കൊതിപ്പിക്കുന്ന അഴകും ഉറപ്പും. എവിടെ നോക്കിയാലും ടോപ്പ് കമ്പനീസിൻ്റെ പ്രൊഡക്ട്സ് ഉള്ള ഈ ഒരു സൂപ്പർ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിൽ
ചൊവ്വലൂർ പടിക്കടുത്താണ്. ഗുരുവായൂർക്കും കുന്നംകുളത്തേക്കൊക്കെ ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. ടോട്ടൽ 5 സെൻറ്റിൽ 1550 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു ക്ലാസ് പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 57 ലക്ഷമാണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ തോന്നില്ല. അത്രയും ബെസ്റ്റായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇറ്റ്സ് എ നെഗോഷ്യബിൾ പ്രൈസ്. ഈസി ആയിട്ടുള്ള ലോൺ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും മറ്റും തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എവർക്കും വീഡിയോ കണ്ടതിനും എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.